നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി LDF വടക്കാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആദ്യ ദിവസ പര്യടനം മുണ്ടത്തിക്കോട് പുതിരുത്തിയിൽ നിന്നും ആരംഭിച്ചു. കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസമായ ചൊവ്വാഴ്ച തുറവൂർ രാകേഷ് കമ്മത്തും സംഘവും അവതരിപ്പിച്ച് ഇടയ്ക്ക കച്ചേരി ആസ്വാദകർക്ക് ഹൃദ്യമായി. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ ഒക്ടോബർ 2 ഉദ്ഘാടനം നിർവഹിക്കുന്ന വ്യാപാര ഭവന്റെ മുൻപിൽ പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി LDF വടക്കാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആദ്യ ദിവസ പര്യടനം മുണ്ടത്തിക്കോട് പുതിരുത്തിയിൽ നിന്നും ആരംഭിച്ചു. വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന മുദ്രാവാക്യമുയർത്തി LDF വടക്കാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആദ്യ ദിവസ പര്യടനം മുണ്ടത്തിക്കോട് പുതിരുത്തിയിൽ നിന്നും ആരംഭിച്ചു. 9 സ്വീകരണ കേന്ദ്രങ്ങളിലൂടെയാണ് ഇന്ന് ജാഥ കടന്നുപോകുന്നത്. വൈകിട്ട് 5 മണിക്ക് മുണ്ടത്തിക്കോട് സെന്ററിൽ പൊതുയോഗം CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലേൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസമായ ചൊവ്വാഴ്ച തുറവൂർ രാകേഷ് കമ്മത്തും സംഘവും അവതരിപ്പിച്ച് ഇടയ്ക്ക കച്ചേരി ആസ്വാദകർക്ക് ഹൃദ്യമായി. കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസമായ ചൊവ്വാഴ്ച തുറവൂർ രാകേഷ് കമ്മത്തും സംഘവും അവതരിപ്പിച്ച ഇടയ്ക്ക കച്ചേരി ആസ്വാദകർക്ക് ഹൃദ്യമായി. വയലിനിൽ തിരുവല്ലാമല മുരളീധരനും മൃദംഗത്തിൽ കലാമണ്ഡല നിതിനും പക്കമേളക്കാരായി. KP മുരളീധരന്റെ പുല്ലാങ്കുഴൽ കച്ചേരിയും അരങ്ങേറി. വിജയദശമി ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് ശേഷം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുമെന്ന് ക്ഷേത്രം മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരി അറിയിച്ചു. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ ഒക്ടോബർ 2 ഉദ്ഘാടനം നിർവഹിക്കുന്ന വ്യാപാര ഭവന്റെ മുൻപിൽ പതാക ഉയർത്തി. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. PN ഗോകുലൻ സ്വാഗതം ആശംസിച്ചു. നാളെ നടക്കുന്ന വ്യാപാര ഭവന്റെ ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങളെപ്പറ്റി യോഗം വിലയിരുത്തി. ഒക്ടോബർ 2 വ്യാഴാഴ്ച വൈകുന്നേരം 5:30 വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രസ്തുത ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഭദ്രം പ്ലസ് ധനസഹായമായ 5 ലക്ഷം രൂപ വിതരണം ചെയ്യും. വിശിഷ്ട അതിഥികളായി KVVES ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, നിയോജക മണ്ഡലം ചെയർമാൻ PP ജോണി, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, വനിതാ വിംഗ് ജില്ലാ ട്രഷറർ ആലിസ് എബ്രഹാം, നിയോജക മണ്ഡലം ചെയർപേഴ്സൺ ബിന്ദു വർഗീസ് എന്നിവർ പങ്കെടുക്കും. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദിന് കർമ്മവീർ പുരസ്കാരം നൽകി ആദരിക്കും. ഞങ്ങളുടെ വ്യാപാര ഭവൻ നാളെ വൈകിട്ട് 5:30 മണിക്ക് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒരു ശങ്കുലി ഞങ്ങൾ മുഴക്കിയിരിക്കുകയാണ്. ഈ നാടിന് ഉപകാരപ്രദമാവുന്ന രീതിയിലും വ്യാപാരികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ വ്യാപാര ഭവനിൽ വെച്ചിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വടക്കാഞ്ചേരിയിലെ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, വടക്കാഞ്ചേരിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഞങ്ങളുടെ വ്യാപാരികളുടെ മക്കൾക്ക് പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ വടക്കാഞ്ചേരിക്ക് വേണ്ടി ഏകോപന സമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ വ്യാപാര ഭവനിലിരുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും വരും കാലങ്ങളിൽ ഈ വ്യാപാര ഭവൻ ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങുന്ന ഈ വ്യാപാര ഭവൻ അതിനൊക്കെ തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ GST ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം എന്നും രാവിലെ അനൗൺസ്മെൻ്റ് ഉണ്ട്, റേറ്റ് കുറയ്ക്കണം, റേറ്റ് കുറച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ ഞങ്ങൾ വ്യാപാരികളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള പല മീറ്റിങ്ങുകളിലൂടെയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ GST കുറച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തന്നെ വില കുറഞ്ഞ രീതിയിൽ വിൽക്കാനൊക്കെ തന്നെ ഇവിടുത്തെ വ്യാപാരികൾ ശ്രമിക്കുന്നുണ്ട്. അത് ഇവിടെ നടക്കുന്ന പല മീറ്റിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുമാതിരി തന്നെ വടക്കാഞ്ചേരിക്ക് നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇവിടുത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവാർഡുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഭാഗഭാക്കായത് ഞങ്ങൾ വ്യാപാരി വ്യവസായികളാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നഗരസഭ അവാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ തീരുമാനങ്ങൾ എടുത്തതും ഞങ്ങൾ ഇത്തരം മീറ്റിങ്ങുകളിലെ വ്യാപാര ഭവനിൽ വെച്ച് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദ്യോഗസ്ഥരെ ഞങ്ങളിവിടെ ക്ഷണിക്കാറുണ്ട്. പല പല രീതിയിലുള്ള മീറ്റിങ്ങുകൾ ഞങ്ങൾ ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്. ഇത് വ്യാപാര ഭവൻ്റെ
ആവശ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് കുറേയും കൂടി വിപുലമായ വ്യാപാര ഭവൻ ആവശ്യം വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വടക്കാഞ്ചേരി വ്യാപാരികളുടെ എണ്ണം വളരെ വർദ്ധിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കൂടെ വിപുലമായ വ്യാപാര ഭവൻ ഞങ്ങളിവിടെ പണിതുയർത്തിയിരിക്കുകയാണ്. നാളെ 2 മണിക്ക് ജില്ലാ പ്രസിഡന്റ് 5 മണിക്ക് കടകളെല്ലാം അടച്ചിട്ടുകൊണ്ട് 5:30 മണിക്ക് ഞങ്ങൾ ബൈക്ക് റാലിയോടുകൂടി ജില്ലാ നേതാക്കളെ ഞങ്ങൾ ആനയിച്ച് വ്യാപാര ഭവനിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് വ്യാപാര ഭവൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങളൊരു വ്യാപാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ്റെ നിര്യാണത്തിനെ തുടർന്ന് 5 ലക്ഷം രൂപയുടെ ധനസഹായം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ ചാരിറ്റി ഞങ്ങളുടെ വ്യാപാരികൾക്ക് തന്നെ ചികിത്സ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1 ലക്ഷം രൂപയുടെ ധനസഹായം ഇവിടെ ചെയ്യുന്നുണ്ട്. ഏകദേശം 55 കോടി രൂപ തൃശ്ശൂർ ജില്ലയിൽ ഇതിനകം വ്യാപാരികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ 1 കോടി രൂപ വടക്കാഞ്ചേരിയിലത്തെ വ്യാപാരികൾക്ക് ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല, കാരണം എന്ന് പറഞ്ഞാൽ കിഡ്നി മാറ്റിവെക്കുമ്പം 25,000 രൂപയുടെ ധനസഹായം ഞങ്ങൾ വ്യാപാരികൾക്ക് കൂടാതെ നാട്ടുകാർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ തന്നെ 2-3 ആൾക്കാർക്ക് ഞങ്ങൾ കിഡ്നി മാറ്റിവെക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഖ്യകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുമാതിരി വ്യാപാരികളിൽ ആരെങ്കിലും ഡയാലിസിസിന് വിധേയമാവുകയാണെങ്കിൽ അവർക്ക് ധനസഹായം ചെയ്യുന്നുണ്ട്. ഒട്ടേറെ നല്ല കാര്യങ്ങൾ വ്യാപാര ഭവനിലെടുത്ത തീരുമാനങ്ങളുടെ അനന്തരഫലമായിട്ട് ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഒക്ടോബർ 2 നാളെ 5:30 മണിക്ക് നടക്കുന്ന ഈ വ്യാപാര ഭവൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാവരെയും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ വരും കാലങ്ങളിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ വികസനത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പങ്കാളിയാകുമ്പോൾ നിങ്ങളുടെ എല്ലാവരും സഹായം കൂടി ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ. പലിശയ്ക്ക് പണം നൽകി 40,000 രൂപയ്ക്ക് 81,700 രൂപ തിരികെ നൽകിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. നിയമപരമായ ലൈസൻസ് ഇല്ലാതെ സർക്കാർ നിശ്ചയിച്ചതിലും ഉയർന്ന പലിശയ്ക്ക് പണം നൽകി ഇരട്ടിയിലധികം തുക ഈടാക്കിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിനെ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ ദിമ്പുലം സ്വദേശി കരിമാലി വീട്ടിൽ ദിലീപ് എന്ന ആളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 ജൂലൈ മാസത്തിൽ നന്ദിപുലം വല്ലച്ചിറ വീട്ടിൽ സതീർത്തിൻ എന്നയാൾ മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ദിലീപിൽ നിന്നും 40,000 രൂപ വായ്പ വാങ്ങിയിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഈ തുക മുഴുവനായി തിരികെ നൽകാൻ സതീർത്തിന് കഴിഞ്ഞിരുന്നില്ല. പല തവണകളിലായി ഗൂഗിൾ പേ വഴിയും നേരിട്ടും പലിശയും മുതലുമായി ആകെ 81,700 രൂപ ദിലീപിന് തിരികെ നൽകിയിരുന്നു. എന്നാൽ 100 രൂപയ്ക്ക് 5 രൂപ വെച്ചാണ് പലിശ കണക്കാക്കുകയെന്നും 60,000 രൂപ പലിശയും 21,700 രൂപ മുതലും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നും ഇനി മുതൽ ഇനത്തിൽ 18,300 രൂപ കൂടി ലഭിക്കാനുണ്ടെന്നും പറഞ്ഞ ദിലീപ് സതീർത്തിനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ സ്വകാര്യ ന്യൂസ് ചാനൽ ചർച്ചയ്ക്കിടെ വധഭീഷണി മുഴക്കിയ BJP നേതാവ് പ്രിന്റു മഹാദേവ് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ സ്വകാര്യ ന്യൂസ് ചാനൽ ചർച്ചയ്ക്കിടെ വധഭീഷണി മുഴക്കിയ BJP നേതാവ് പ്രിന്റു മഹാദേവ് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. BJP പ്രവർത്തകർക്കൊപ്പമാണ് പ്രിന്റു സ്റ്റേഷനിൽ എത്തിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തി എന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തിരുന്നു. പ്രിന്റുവിനെ കണ്ടെത്താൻ BJP നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. താൻ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്ന് പ്രിന്റു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. ബലാത്സംഗ കേസ് വേടനെതിരെ തെളിവ്, കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. യുവ ഡോക്ടറുടെ പരാതിയിലായിരുന്നു തൃക്കാക്കര പോലീസ് കേസെടുത്തത്. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ കരൂർ വിട്ടതെന്ന് നടനും TVK അധ്യക്ഷനുമായ വിജയ്. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ കരൂർ വിട്ടതെന്ന് നടനും TVK അധ്യക്ഷനുമായ വിജയ്.
ആളുകളുടെ സുരക്ഷയെ കരുതിയാണ് കരൂരിൽ തുടരാതിരുന്നതെന്ന്. ഞാനും മനുഷ്യനാണ്. അപകടത്തിന് പിന്നാലെ സ്ഥലം വിട്ടതിലും ഇരകളെ സന്ദർശിക്കാത്തതിലും കടുത്ത രോഷമുയർന്ന പശ്ചാത്തലത്തിലാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ വിജയുടെ വിശദീകരണം. 5 ജില്ലകളിൽ പ്രചരണം നടത്തി. എന്തുകൊണ്ടാണ് കരൂരിൽ മാത്രം ഇത് സംഭവിച്ചത്? അനുവദിച്ച സ്ഥലത്ത് മാത്രമാണ് പ്രസംഗിച്ചത്. സത്യം ജനങ്ങൾക്കറിയാം. വൈകാതെ പുറത്തുവരും. മുഖ്യമന്ത്രിക്ക് വിരോധമുണ്ടെങ്കിൽ എനിക്കെതിരെ എന്തും ചെയ്യാം. TVK പ്രവർത്തകരെ വെറുതെ വിടണം. ജീവിതത്തിൽ ഇതുപോലെയൊരു വേദനാജനകമായ സാഹചര്യം നേരിട്ടിട്ടില്ല. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ. ഉടൻ നിങ്ങളെ വന്നു കാണും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരുമെന്നും വിജയ് പറഞ്ഞു. കുറുക്കഞ്ചേരി സ്വദേശിയുടെ വീട്ടിൽ നിന്നും 30,000 രൂപ വിലമതിക്കുന്ന വയർ, സ്റ്റീൽ ഫിറ്റിംഗുകൾ, ബാറ്ററി തുടങ്ങിയ സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പാലക്കാട് ചെമ്മണംതോട് സ്വദേശിനികളായ ദേവി, തങ്ക എന്നിവർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. വിവരാവകാശ അന്വേഷണത്തിൽ സോമിൽ റോഡിലെ വീട്ടിൽ നിന്നുള്ള മോഷണത്തിന് ഇവരാണ് ഉത്തരവാദികളെന്ന് തെളിഞ്ഞു. ദേവിക്കും തങ്കയ്ക്കും നേരത്തെ മണ്ണുത്തി, കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ സമാന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മടങ്ങിവരവിന്റെ സന്തോഷം പങ്കിട്ട് നടൻ മമ്മൂട്ടി. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ സന്തോഷം പങ്കിട്ട് നടൻ മമ്മൂട്ടി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ അന്വേഷിക്കുകയും സ്നേഹമറിയിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകളില്ല. ക്യാമറ എന്നെ വിളിക്കുന്നു. പുതിയ ചിത്രം പങ്കുവെച്ച് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രിയ നടൻ്റെ വാക്കുകൾ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. തൃത്തല്ലൂർ വെസ്റ്റ് മിനി സ്റ്റേഷനടുത്തുള്ള ശ്രീ കൊറ്റായി ചാളിപ്പാട്ട് അന്നപൂർണേശ്വരി തറവാട് ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹങ്ങളിൽ അണിയിച്ചിരുന്ന തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ശാന്തിക്കാരൻ പിടിയിൽ. തൃത്തല്ലൂർ വെസ്റ്റ് മിനി സ്റ്റേഷനടുത്തുള്ള ശ്രീ കൊറ്റായി ചാളിപ്പാട്ട് അന്നപൂർണേശ്വരി തറവാട്ട് ക്ഷേത്രത്തിലെ ദേവവിഗ്രഹങ്ങളിൽ അണിയിച്ചിരുന്ന തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതിയായ ക്ഷേത്രത്തിലെ ശാന്തിമാരിൽ ഒരാളായ കുന്നത്തങ്ങാടി ചെങ്ങട്ടിൽ വീട്ടിൽ വിഷ്ണു എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 2024 മെയ് 3-ാം തീയതി രാവിലെ 10:30-നും 2024 ജൂൺ 26-ാം തീയതി വൈകിട്ട് 7:30-നും ഇടയിലാണ് ക്ഷേത്രത്തിലെ അന്നപൂർണേശ്വരി ദേവിയുടെ തിരുവാഭരണങ്ങളായ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന താലിയോട് കൂടിയ 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാലയും ദുർഗാദേവിയുടെ വിഗ്രഹത്തിലെ 9.57 ഗ്രാം താലിയോട് കൂടിയ സ്വർണ്ണമാലയും ഭദ്രകാളി ദേവിയുടെ വിഗ്രഹത്തിലെ 8.15 ഗ്രാം താലിയോട് കൂടിയ സ്വർണ്ണമാലയും ഉൾപ്പെടെ മൊത്തം 21.72 ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. സംഭവത്തിൽ ക്ഷേത്രത്തിലെ സെക്രട്ടറിയുടെ പരാതിയിലാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ ഏങ്ങണ്ടിയൂരിൽ നിന്ന് പിടികൂടിയത്. വിഷ്ണു അന്തിക്കാട്, പാവർട്ടി, വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മോഷണം, മയക്കുമരുന്ന് കച്ചവടം, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി LDF വടക്കാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആദ്യ ദിവസ പര്യടനം മുണ്ടത്തിക്കോട് പുതിരുത്തിയിൽ നിന്നും ആരംഭിച്ചു. കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസമായ ചൊവ്വാഴ്ച തുറവൂർ രാകേഷ് കമ്മത്തും സംഘവും അവതരിപ്പിച്ച് ഇടയ്ക്ക കച്ചേരി ആസ്വാദകർക്ക് ഹൃദ്യമായി. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ ഒക്ടോബർ 2-ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന വ്യാപാര ഭവന്റെ മുൻപിൽ പതാക ഉയർത്തി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.